أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على محمد وعلى آل محمد وبارك وسلم إنك حميد مجيد. സ്നേഹ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ എതിരാളികൾ ഒരു ഭാഗത്ത് ഇന്ന് അവർ ഈസ ഇബ്നു മറിയം മരിച്ചു എന്നുള്ള വിശ്വാസത്തെ അല്പം മൗനം അവലംബിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന മട്ടാണ് കാണാനുള്ളത്. കാരണം മസീഹ് മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നമ്മെ ബാധിക്കുന്നില്ല, ഇസ്ലാമിനെ ബാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് ഖാത്തമുൻ നബീൻ്റെ വിഷയമാണ് എടുത്തിടുന്നത്. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ്, ഖാത്തമുൻ നബീനാണ്. അതിനുശേഷം ഒരു തരത്തിലുള്ള ഒരു നബിയും വരില്ല എന്ന വിശ്വാസം. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ തന്നെ അവരുടെ വിശ്വാസത്തിൻ്റെ വാസ്തവം മനസ്സിലാക്കാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. മസീഹ് ഇബ്നു മറിയം അലൈഹിസ്സലാം 2000 വർഷങ്ങൾക്ക് മുമ്പ് ബനി ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട ആ പ്രവാചകൻ വഫാത്തായി പോയിരിക്കെ ഈസ ഇബ്നു മറിയം വരും, ഇബ്നു മറിയം ഇറങ്ങുമെന്ന് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കെ ഇത് രണ്ടും ഒരേ വ്യക്തിയാവാൻ യാതൊരു ചാൻസുമില്ല. അപ്പോൾ ഒരു വ്യക്തി വരാനുണ്ട് എന്ന കാര്യത്തിൽ നമുക്കിടയിൽ തർക്കമില്ല. പക്ഷെ വരുന്ന വ്യക്തി ആരാണ് എന്നതിലാണ് തർക്കമുള്ളത്. അപ്പോൾ ഖാത്തമുൻ നബീൻ എന്നതുകൊണ്ട് ഖാത്തമിയത്തെ സമാനി, കാലം കൊണ്ട് അവസാനത്തെ നബിയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിലക്കും എന്ന വിശ്വാസം നിങ്ങൾ തന്നെ, നമ്മൾ അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ എതിരാളികൾ തന്നെ വാസ്തവത്തിൽ വെച്ചു പോകുന്നില്ല. അവരും ഈസ ഇബ്നു മറിയമിനെ കാത്തിരിക്കുന്നവരാണ്. ഏതായാലും ഈസ ഇബ്നു മറിയമിന്റെ വിഷയമല്ല ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന വിഷയം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയം ഖാത്തമുൻ നബിയീൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്. ഒരു പദത്തിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ ആ പദം ഏത് ഭാഷയിലാണ്, ആ ഭാഷയിൽ ഏത് അർത്ഥത്തിലാണ് ഭാഷാ പ്രയോഗങ്ങളിൽ ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് എന്നതാണ് ആദ്യം നോക്കേണ്ടത്. കാരണം വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി, ഇത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. ഓരോ നബിമാരെയും അള്ളാഹു ആ നബി അയക്കുന്ന ഖൗമിൻ്റെ സമുദായത്തിൻ്റെ ഭാഷയിലാണ് അയക്കാറുള്ളത്. കാരണം ആ നബി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, അള്ളാഹു ആ നബിയിലൂടെ അവർക്ക് ഇറക്കി കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കണം. അപ്പോൾ അറബി ഭാഷയിൽ ഇറങ്ങിയ ഖുർആൻ അറബികൾക്കിടയിൽ ഏത് ഭാഷയിലാണ്, ഏത് ശൈലിയിലാണ് അവർ കാര്യം മനസ്സിലാക്കിയിരുന്നത് എന്ന കാര്യം വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ വെക്കേണ്ടതാണ്. കാരണം അറബികൾ എങ്ങനെയാണ് ഖാത്തമുൻ നബീനെ കണ്ടത് എന്നത്, വിശ്വാസം എന്താണ് എന്നുള്ളത് അടുത്ത ഭാഗം. കാരണം ഒരു ഭാഷാ ശൈലിയിൽ, ആ ഭാഷയിൽ അദബിൻ്റെ ഗ്രന്ഥങ്ങളിൽ, കവിതകളിലൊക്കെ ഉപയോഗിക്കുന്ന പ്രയോഗം അതൊരു വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അത്തരം പ്രയോഗങ്ങളായിരിക്കും ആ ഭാഷയുടെ യഥാർത്ഥ ഭാഷാ പ്രയോഗങ്ങൾ. പിന്നെ തഫ്സീർ എഴുതുന്ന ആള് അല്ലെങ്കിൽ ലുഗത്തിൽ അർത്ഥം എഴുതുന്ന ആള്, മുസന്നിഫ്, അവരൊരു കാര്യം എഴുതുമ്പോൾ ആ എഴുതുന്ന വ്യക്തിയുടെ മുസന്നിഫിൻ്റെ വിശ്വാസം എന്താണ് എന്നത് തീർച്ചയായും ആ എഴുതപ്പെടുന്ന കാര്യത്തെ ബാധിക്കും. ഇപ്പോൾ അൽ മുൻജിദ് ഉണ്ട്. ആ മുൻജിദിൽ അറബിൻ്റെ ലുഗത്തിൻ്റെ ഒരു ഡിക്ഷണറിയാണ്. അതിൽ സാലൂസ് എന്ന പദമുണ്ട്. സാലൂസ് എന്ന പദത്തിന് അർത്ഥം എന്താണ്? മാ കുവീന മിൻ സലാസ, 3 കൊണ്ടുണ്ടാക്കിയ ഒരു സാധനം, 3 സാധനങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനം. അതിന് അവരെന്താണ് അർത്ഥം കൊടുക്കുന്നത്? അസ്സാലൂസുൽ മുഖദ്ദസ്, ദ ഹോളി ട്രിയാനിറ്റി, മുഖദ്ദസ്. ഈ മുഖദ്ദസ് എന്ന പദം ഇവിടുന്ന് വന്നു. അതൊരു വിശ്വാസത്തിൻ്റെ ദീനിൻ്റെ മുസ്തലഹാണത്, അല്ലാതെ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥമല്ല. ഇപ്പം സാലൂസ് എന്ന പദം ശുഅറാക്കൾ, കവികൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അവരുടെ ഭാഷയിൽ, അവരുടെ ഇസ്തിലാഹിൽ അവരുപയോഗിക്കുമ്പോൾ ഈ 3 തരത്തിലുള്ള 3 ബൈത്തുകൾ ഒന്നിച്ചു വരുന്ന ഖസീദക്കാണ് നിമാ റുക്കിബ മിൻ സലാസ മിനൽ ഖസായിദ്, അതിന് സാലൂസ് എന്ന് അവരുടെ ഭാഷയിൽ പറയും. ഇനി ഭരണകൂടങ്ങൾ, പൊളിറ്റിക്കൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ സാലൂസ് എന്ന് പറഞ്ഞാൽ ഒരു സുൽത്തയുടെ, ഒരു ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട 3 മന്ത്രാലയങ്ങളെ കൂട്ടിച്ചേർത്ത് പറയുന്ന പേരാണ് സാലൂസ് ഹുക്കൂമ.
അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ഇസ്തിലാഹാത്ത് ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ ഖാത്തം എന്ന പദത്തിൻ്റെ പ്രയോഗം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ദീനീപരമായും പൊളിറ്റിക് പരമായും മറ്റുള്ള ഇസ്തിലാഹ ഒഴിവാക്കിക്കൊണ്ട് അത് ഭാഷയിൽ പൊതുവെ ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ തഫ്സീറുകൾ നമുക്ക് പിന്നെ എടുക്കാം. ആദ്യം ഭാഷയിൽ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് നോക്കാം. അപ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഖാത്തം എന്ന പദം ഒരു സമൂഹനാമത്തോടു കൂടി മുദാഫായി കൊണ്ടുവരുമ്പോൾ അതിൽ ഒരിക്കലും തന്നെ കാലം കൊണ്ട് സമയം കൊണ്ട് അവസാനത്തെ അല്ലെങ്കിൽ ഖാത്തമിയത്തെ സമാനി ഒരിക്കലും അതിൽ വരുന്നില്ല. മറിച്ച് ഖാത്തമിയത്തെ മർത്തബി അല്ലെങ്കിൽ ഖാത്തമിയത്തെ മഖാമി സ്ഥാനം കൊണ്ട് ശ്രേഷ്ഠത കൊണ്ടുള്ള ആ അവസാനം ടോപ്പ് എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പറയില്ലേ, ആ അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. അതിനുള്ള ചില ഉദാഹരണങ്ങൾ ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പാകെ വെക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ആദ്യമായി ഞാൻ കൊണ്ടുവരുന്നത് ഒരു പദ്യമാണ്. വഫിയാത്തുൽ അയാൻ 2-ാം ജിൽദിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ പേജ് ഞാൻ ഇവിടെ കാണിക്കാം. അതിൽ പറയുന്നു, ഇതിൽ അബൂ തമാം എന്ന അറിയപ്പെട്ട ആ കവി ഷായിർ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മർസിയ ചൊല്ലിക്കൊണ്ട് ഹസൻ ബിൻ വഹബാണ് പറയുന്നത്. 231 ഹിജ്രിയിൽ അപ്പോഴാണ് അബൂ തമാം മരിച്ചത്. അപ്പോഴാണ് എന്താ പറഞ്ഞത്? ഫുജഅൽ ഖരീദു ബി ഖാതമി ശുഅറാഇ വഗദീരി റൗദതിഹാ ഹബീബിത്തായി. അതായത് അബൂ തമാമിനെ ഖാതമു ശുഅറാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിതയിൽ അദ്ദേഹത്തിൻ്റെ പേരുള്ള മർസിയ ചൊല്ലിയത്, ഹസൻ ബിൻ വഹബ്. അപ്പോൾ അബൂ തമാം ഖാതമു ശുഅറാ. ഇപ്പൊ ഷുഅറാക്കൾ ഏറ്റവും അവസാനം വന്ന ഷായിറാണോ അബൂ തമാം? അപ്പൊ ഈ പറഞ്ഞ കവി തന്നെ ഒരു കവിയല്ലേ? ഈ പറഞ്ഞ ആൾ തന്നെ വേറൊരു കവിയാണല്ലോ അറിയപ്പെട്ട. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. ഇമ്രുൽ ഖൈസിനെ കുറിച്ച്. ഇമ്രുൽ ഖൈസ് അറിയപ്പെട്ട കവിയായിരുന്നു, ജാഹിലിയത്തിൽ തന്നെ അറിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് അബൂ ഉബൈദ പറഞ്ഞതായിട്ട് അൽ ഇഅലാം മിനൽ ഉദബാ വശുഅറാ, അതിൽ ഇമ്രുൽ ഖൈസിന്റെ ഹെഡിങ്ങോട് കൂടി കൊടുത്തൊരു പുസ്തകമാണ്. അതിന്റെ കോപ്പി പോസ്റ്റ് ഞാൻ ഇവിടെ ഇടാം. അതിൽ പറയാണ്, അബൂ ഉബൈദ കാന അബൂ ഉബൈദ യഖൂൽ, അബൂ ഉബൈദ പറയാറുണ്ടായിരുന്നു, ഉഫ്തുതിഹ അശ്ശിഅറു ബിഇമ്രുൽ ഖൈസ്, ഇമ്രുൽ ഖൈസ് മുഖേനയാണ് ഷഅറിന്റെ ഇഫ്തിതാഹ്, ഷഅറിന് തുടക്കമിട്ടത്. വഖുതിമ ബി ഇബ്നി ഹിർമ, ഇബ്നി ഹിർമ എന്ന കവി മുഖേന ഖുതിമ, അതിൽ മുദ്ര ചെയ്യപ്പെട്ടു, ഖതം ചെയ്യപ്പെട്ടു എന്ന്. അപ്പൊ ഖുതിമ ശിഅറു ബി ഇബ്നി ഹിർമ എന്ന് അബൂ ഉബൈദ പറഞ്ഞു. അപ്പൊ എന്താ അർത്ഥം? അത് ഖാത്തമിയത്ത് സമാനിയാണോ? അവിടെ സമയം കൊണ്ടാണോ, കാലം കൊണ്ടാണോ അവസാനത്ത് ആയത്? അല്ല, അവിടെ മുദ്ര ചെയ്തു എന്ന് പറയപ്പെടുമ്പോൾ അത്രയും ശ്രേഷ്ഠനായ ഒരു കവി എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഇനി ഇബ്നു അറാബി പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് പിന്നെ അബിനവാസ് എന്ന കവിയെ കുറിച്ചാണ്. ഇത് അൽ അഗാനിയിലെ അബിൽ ഫറജ് അൽ അസ്ഫഹാനിയിൽ കാണാം. അതിൻ്റെ ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. അതിൽ പറയാണ്, ഖുതിമത്തി ശിഅറു ബിശിഅരി അബി നവാസ് ഫലം ഉദവ്വിൻ ബഅദഹു ലിശാഇർ. ഷഅറൊക്കെ അബു നവാസിന്റെ ഷഅറോടുകൂടി ഷഅറൊക്കെ ഖതം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഖുതിമത്ത് മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പൊ ഇതൊക്കെ ഒരു പല കവികളെ കുറിച്ചും പലരും പറയുന്നുണ്ട് ഈ പദം, മുദ്ര വെക്കുക എന്ന അർത്ഥത്തിൽ. ഇനി അൽ ബുഖ്തരി അറിയപ്പെട്ട കവിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം മരിച്ചത് 284 ഹിജ്രിയിലാണ്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ അത് ഇതേ ഈ കിതാബുൽ അഗാനി തന്നെ കാണാം. അതിൻ്റെ തുടക്കത്തിൽ മുഖദ്ദമയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാന മശായിഖുന റഹ്മത്തുള്ളാഹി അലൈഹിം യഖ്തതിമൂന ബിഹി ശുഅറാ. ഞങ്ങളുടെ മശായിഖ്, മുമ്പുള്ള ഞങ്ങളുടെ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ അവരവരുടെ ഷഅറുകളെ അവർ യഖ്തതിമൂന ബിഹി, ഈ പറഞ്ഞ ബുഖ്തരിയിലാണ്
ഷഅറിനെ എല്ലാം മുദ്ര വച്ചിരുന്നത്, ഖത്തം ചെയ്തിരുന്നത് എന്ന്. പിന്നെ ഈ ഖാത്തം എന്ന പ്രയോഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ സമൂഹനാമത്തോട് വരുമ്പോൾ ഉപയോഗിക്കുക എന്നൊരു പൊതു ശൈലിയാണ്. മുമ്പ് മുതൽ ഇന്ന് വരെയും ഉപയോഗിച്ചു വരുന്ന ശൈലിയാണ് അറബിയിൽ. എത്രയോ ഖബറിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും ഖാത്തമു ഫുലാൻ എന്ന അർത്ഥത്തിൽ. ഖാത്തമുൽ ഔലിയ, ഖാത്തമുൽ അസ്ഫിയ, ഖാത്തമുൽ ശുഅറ, ഖാത്തമുൽ ഖുതബ. ഉദാഹരണത്തിന് ഫുതുഹാത്ത് മക്കിയ പുസ്തകം തുറന്നു നോക്കുക. അതിന്റെ ആദ്യത്തെ പേജ് തന്നെ ഹെഡിങ്ങിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇബ്നു അറബിയെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഖാത്തമുൽ ഔലിയ എന്ന്. അത് എത്രയോ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലുള്ളത്. കിതാബ് അത്തജ്രീദ് സറീഹ് എന്ന കിതാബിന്റെ പുസ്തകം അത് ഇവിടെ കാണിക്കാം. ഇതിന് 4-ാമത്തെ പേജിൽ എഴുതി ഹുസൈൻ ഇബ്നു മുബാറക് എഴുതിയതാണ്. അതിൽ പറയാണ് വശൈഖുൽ ഇമാം ഖാത്തിമത്തുൽ ഹുഫാദ് ശംസുദ്ദീൻ അബുൽ ഖൈർ മുഹമ്മദ് ഇബ്നു മുഹമ്മദ്. ശംസുദ്ദീൻ അബുൽ ഖൈറിനെ കുറിച്ച് പറയാണ് ഖാത്തിമത്തുൽ ഹുഫാദ്. പദത്തിന് ശേഷം ഒരു ഹാഫിദാറില്ല എന്നാണ് അർത്ഥം. ഹുഫാദുകൾക്ക് മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു അദ്ദേഹം മുഖേന എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഭാഷയിലുണ്ട്. പദ്യത്തിലും ഗദ്യത്തിലും പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഖാത്തം എന്നത്. അത് സർവനാമത്തോട് ഒരു സമൂഹനാമത്തോടു കൂടി ചേരുമ്പോൾ അതിൻ്റെ അർത്ഥം കാലം കൊണ്ട് അവസാനത്തെ എന്നല്ല, മറിച്ച് മർത്തബ കൊണ്ടും മഖാമു കൊണ്ടും. ഖാത്തമിയത്തെ മർത്തബി, ഖാത്തമിയത്തെ മഖാമി എന്ന് നമുക്ക് പറയാം. അത് ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ടോപ്പിലാണെന്ന് പറയും, മലയാളത്തിൽ നമ്മൾ പറയും ഒടുക്കത്തെ എന്ന് പറയും. ആ രൂപത്തിലുള്ള അവസാനത്തെ എന്ന അർത്ഥം മാത്രമേ ഈ ഖാത്തം എന്ന പദത്തിന് ഉപയോഗിക്കുകയുള്ളൂ. അതിൻ്റെ പൊതുവെ അർത്ഥം മുദ്ര ചെയ്യുക എന്നുള്ളതാണ്. ഖാത്തം എന്ന് പറഞ്ഞാൽ മുദ്ര ചെയ്യുന്ന വസ്തു, അല്ലെങ്കിൽ മുദ്രയായി പേപ്പറിലോ കാണപ്പെടുന്ന ആ പിന്നെ മുദ്രക്ക് കാണപ്പെടുന്ന കാഴ്ചയ്ക്കും നമ്മൾ മുദ്ര എന്ന് പറയും. മുദ്ര ചെയ്യുന്നതും മുദ്രയായി രൂപപ്പെട്ടതും രണ്ടിനും ഖാത്തം എന്ന അറബിയിൽ പറയും. ഇമാം റാഗിബ്, ഞാനിപ്പോൾ ഇതുവരെയും പറഞ്ഞതൊക്കെ ഞാൻ പിന്നെ ദീനി പുസ്തകങ്ങളിൽ നിന്നല്ല, മറിച്ച് ദീനി അല്ലാത്ത പുസ്തകങ്ങളിൽ നിന്നാണ്. അതിൽ വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ല. ഇനി ഞാൻ ദീനിയായ കാര്യങ്ങൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയാം. അത് ഞാൻ അടുത്ത ക്ലിപ്പിൽ പറയാം, കാരണം ക്ലിപ്പ് നീണ്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്.